സാധാരണ നെൽകൃഷിയല്ല, കേരളത്തിൽ അപൂർവമായി കൃഷി ചെയ്യുന്ന കയമയാണ് മനോജൻ വിളവെടുക്കാൻ തീരുമാനിച്ചത്. സാധാരണ വിളവെടുപ്പിനേക്കാൾ ശ്രദ്ധയും പരിചരണവും വേണ്ട പ്രത്യേക ഇനമാണ് കയമ. ഈ ഇനം ഉയരത്തിൽ വളരുന്നവയായതിനാൽ വിളവ് സമയത്ത് ഒടിയാൻ സാധ്യതയുണ്ട്. കീടബാധയും ശ്രദ്ധിക്കണം. ഇത്രയും വെല്ലുവിളികൾ ഉണ്ടായിട്ടും മനോജൻ തന്റെ 1 ഏക്കറോളം വരുന്ന പാടശേഖരത്തിൽ കയമ നെൽകൃഷി ഇറക്കി 100 മേനി വിളയിച്ചു. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ ഒരു പുതിയ ഇനം കൃഷി ഇറക്കുക എന്നുള്ളത്. ഈ കയമ നെല്ല് പ്രത്യേകമായിട്ട് വയനാട് ജില്ലയിലും മലപ്പുറം ജില്ലയിലുമാണ് കൃഷി ചെയ്യുന്നത്. അവിടുന്ന് ഒരാളെ വിളിച്ച് അതിൻ്റെ വിത്ത് നമ്മുടെ കൃഷി അസിസ്റ്റൻ്റ് എനിക്കിവിടെ എത്തിച്ചു തന്ന് ആ വിത്ത് ഞാൻ കൃഷി ചെയ്തതാണ്. ലോൺ എടുത്തിട്ടാണ് ഇത് കൃഷി ചെയ്തത്. വളരെ നല്ല രീതിയിൽ ഞാനത് ചെയ്ത് എനിക്ക് സന്തോഷം തോന്നുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞാലും അടങ്ങിയിരിക്കില്ല. അവിടെ പച്ചക്കറി കൃഷി ചെയ്യും. കഴിഞ്ഞ ഓണത്തിനിറക്കിയ ചെണ്ടുമല്ലി കൃഷി വൻ വിജയമായിരുന്നു. ഇതോടെ വേളം പഞ്ചായത്തിലെ ഏറ്റവും മികച്ച യുവ കർഷകനുള്ള അവാർഡ് മനോജന് തേടിയെത്തി. വിളവെടുപ്പിന്റെ ആഹ്ലാദം മാത്രമല്ല, ഒരു കർഷകൻ അനുഭവിക്കേണ്ട വെല്ലുവിളികളെ കുറിച്ചും മനോജൻ പറയുന്നുണ്ട്. പ്രദേശത്ത് പന്നിശല്യം അതിരൂക്ഷമാണ്. അതിനാൽ ഉറക്കമൊഴിച്ച് കൃഷിക്ക് കാവലിരിക്കേണ്ടി വരും. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ ഒരു പുതിയ ഇനം കൃഷി ഇറക്കുക എന്നുള്ളത്. പന്നിശല്യത്തിൽ ഒരുപാട് ഈ തൈകൾ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. രാത്രി 11-12 മണി വരെ ഞാൻ ഉറക്കമൊഴിച്ച് തപ്പുകെട്ടിയാണ് ഞാനിവിടെ ഈ പന്നിക്കെതിരെ പോരാടുന്നത്. വിത്തിറക്കി വളർച്ചയോടെ ഓരോ ഘട്ടവും ഒപ്പം നിന്ന് പരിപാലിച്ച് ഒടുവിൽ വിളവെടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം മറ്റൊന്നിനും പകരം വയ്ക്കാൻ കഴിയുന്നതല്ല. ഒപ്പം അവരുടെ ആശങ്കകൾ പരിഹരിക്കാനും അധികൃതർ ശ്രമിക്കേണ്ടതുണ്ട്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. അഖില CP നമുക്കോട്ടെ. അഖില, ഈ കർഷകരെക്കുറിച്ച് നമ്മൾ അവരുടെ കഥകൾ കേൾക്കുമ്പോൾ പുറമേ നിന്ന് കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ നമുക്ക് വലിയ സന്തോഷമാണ്. ആളുകൾ ഇതിലേക്കൊക്കെ തിരിച്ചു വരുന്നുണ്ടല്ലോ എന്ന്. നമ്മളൊന്നും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കാറുമില്ല. പക്ഷേ ഇതിൽ നിലനിൽക്കുന്നത് ഒരുപാട് പ്രതിസന്ധികൾ അതിജീവിച്ചാണ്. ഇപ്പോൾ കാര്യത്തിലെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാണ് കയമ എന്ന ആ വിത്തിനം തന്നെ നന്നായി പരിപാലിച്ച് കൊണ്ടുവരണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അതിനിടയിലാണ് ഈ കാട്ടുപന്നിയുടെയും ഒക്കെ ശല്യങ്ങൾ. എങ്കിലും സംതൃപ്തിയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു കർഷക ജീവിതം അല്ലേ? അതായത് എല്ലാവരും ഈ കൃഷി ചെയ്യാൻ മടി കാണിക്കുന്ന ഒരു സമയത്താണ് ഈ കയമ നെൽകൃഷി മനോജന്റെ നേതൃത്വത്തിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കയമ നെൽകൃഷി സാധാരണ പോലെയല്ല. അതിന് ഒരുപാട് ഈ സാധാരണ നെൽകൃഷിയേക്കാൾ കൂടുതൽ പരിചരണം വേണം. ഉയരത്തിൽ വളരുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പം അത്രത്തോളം പ്രത്യേകം പരിചരണവും ശ്രദ്ധയും ഒക്കെ വേണ്ട ഒരു കൃഷിയാണ് മനോജന്റെ നേതൃത്വത്തിൽ 1.5 ഏക്കറോളം പാടത്ത് ഇത് കൃഷി ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ നെൽകൃഷി വിളവെടുത്ത് കഴിഞ്ഞാലും മനോജൻ വെറുതെ ഇരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പാടത്ത് തന്നെ ഈ കൃഷി ഇറക്കുന്നു. കഴിഞ്ഞ കൊല്ലം ഓണത്തിന് ഇത്തരത്തിൽ ചെണ്ടുമല്ലി കൃഷി ചെയ്ത് അത് വിളവെടുത്തിരുന്നു. അതും വലിയ വിജയമായിരുന്നു. അപ്പൊ ഇതെല്ലാം ആ പഞ്ചായത്തിലെ ഏറ്റവും മികച്ച കർഷകനുള്ള അവാർഡാണ് ഇതിലൂടെയൊക്കെ മനോജനെ തേടിയെത്തുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, മനോജൻ ഇതിന്റെ പ്രതിസന്ധികളെയും പറ്റിയും പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ പ്രാദേശിക റിപ്പോർട്ടറായിട്ടുള്ള മഹേഷാണ് നമുക്ക് ആ വീഡിയോ ഒക്കെ എടുത്തു തരണം. കാരണം അവരുടെ ബുദ്ധിമുട്ടുകളും ഈ പറയുന്ന പോലെ ഈ പന്നിശല്യം രൂക്ഷമാകുന്ന സമയത്ത് ഇത്തരത്തിൽ ആ കർഷകന് ആ പാടത്ത് അവിടെ താമസിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. അപ്പോൾ അത്രയും രൂക്ഷമായ പ്രതിസന്ധിക്കിടെയാണ് മനോജൻ ഇത്രയും വിളവെടുപ്പ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെറിയ കാര്യമല്ല. വിളവെടുപ്പിന്റെ സന്തോഷവും വിളവെടുപ്പിന്റെ ആഹ്ലാദവും വിളവെടുപ്പിന്റെ ഈ പറയുന്ന അഭിനന്ദനങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നതിനോടൊപ്പം തന്നെ ഇത് എത്രത്തോളം പ്രതിസന്ധിയിലൂടെ കടന്നുപോയിട്ടാണ് ഈ ഒരു വിളവെടുപ്പ് സാധ്യമാക്കുന്നത് എന്നുള്ളതും കൂടിയാണ് നമുക്ക് മനോജൻ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും അദ്ദേഹത്തെ തേടി ഒരുപാട് അവാർഡുകളൊക്കെ എത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നമ്മൾ ഈ പറയുന്ന പോലെ കരുത്തോടുകൂടി മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്നാണ്. നമ്മൾ വെറുതെ ഒരു ആശംസകൾ പറയുന്നതിൽ ഉപരി ഇത്തരം പ്രതിസന്ധികളൊക്കെ അതൊരു യാഥാർത്ഥ്യമാണ്. അതിനെയൊക്കെ മറികടന്നേ ഒരു കർഷകന് മുന്നോട്ട് പോകാൻ കഴിയൂ. അതിനുവേണ്ടിയുള്ള സഹായ സഹകരണങ്ങൾ പഞ്ചായത്ത് തലത്തിൽ നിന്ന് സർക്കാർ തലത്തിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് കിട്ടട്ടെ. ഒരിക്കൽ പോലും മനസ്സ് മടിച്ചു പോകാതെ കൃഷിയുടെ സുഖത്തെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. അദ്ദേഹത്തിന് എല്ലാവിധ നന്മകളും നേരുന്നു. അപ്പോൾ